ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ദേവീ സരസ്വതി ദേവദേവപ്രിയേ താവകലീലാവിലാസമെല്ലാം പാവനമായെൻ്റെ നാവിൽ പകരുവാൻ വിദ്യാവിലാസിനിക്കൻ പ്രണാമം. ദേവീ സരസ്വതി ദേവദേവപ്രിയേ താവകലീലാവിലാസമെല്ലാം പാവനമായെൻ്റെ നാവിൽ പകരുവാൻ ലാവണ്യദേവതയ്ക്കൻ പ്രണാമം. അമ്മേ ദേവി, നമുക്ക് നമ്മുടെ ദേവിയെ ആചരിക്കാനുള്ള ഒരു സമയമാണ് കടന്നു വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മുടെ ദേവിയെ, അമ്മയെ, മഹാമായയുടെ ഒരു ഭാഗമായ ദുർഗാദേവിയെ, ലക്ഷ്മി ദേവിയെ, സരസ്വതി ദേവിയെ നമുക്ക് ആരാധിക്കാൻ കിട്ടുന്ന നവദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ആഗതമാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരായ ഗോപീജനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ ഗോപികമാരുടെ ഭക്തിയും ഭഗവാനോടുള്ള നിതാന്തമായ നിരന്തരമായ ആ പ്രേമവും എല്ലാം വിശദമായി പറഞ്ഞു. എങ്കിലും ഇനിയും ധാരാളം പറയാനുണ്ട്. അപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞതാണ്. എന്നാൽ അതിലേറ്റവും ഗോപികമാരിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ സന്തോഷമായിരിക്കുന്ന ആ മഹാമായയായ ഭഗവാന്റെ പുഞ്ചിരി, അത് ഭഗവാൻ എപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആദിനാരായണൻ എപ്പോൾ ഇവിടെ പ്രപഞ്ച സൃഷ്ടി ചെയ്യണം എന്ന് ചിന്തിച്ചു, അപ്പോഴാണ് ആ മഹാമായ ഭഗവാനിൽ നിന്ന്, അതായത് ഭഗവാന്റെ നിഴൽ പോലെ ഭഗവാനിൽ നിന്ന് ബഹിർഗമിച്ച് ഈ പ്രപഞ്ച സൃഷ്ടികൾ ചെയ്യുവാൻ ആരംഭിച്ചത്. മഹാമായയുടെ ശക്തി എത്ര അപാരമാണെന്ന് ഭഗവാന് പോലും അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് അപാര ശക്തിയുടെ ഉടമയാണ് മഹാമായ. കാരണം ഈ കാണുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ച ശക്തി മുഴുവൻ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ, എത്രയോ കലകൾ, എത്രയോ സൃഷ്ടികൾ, എത്രയോ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടിയും നിലനിൽപ്പും അതിൻ്റെ സംഹാരവും അതിൻ്റെ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, ഇതെല്ലാം ദേവിയുടെ ശക്തി കൊണ്ടാണ്. ഈ ദേവി ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന മായാസ്വരൂപിണി. ഈ മായാസ്വരൂപിണിയാണ് നമ്മുടെ രാധാദേവി. അപ്പോൾ അത് ഭഗവാന്റെ അത് ഭഗവാനിൽ നിന്ന് എവിടെയും പോകുന്നില്ല. ഭഗവാനിൽ തന്നെ ഒരു മനുഷ്യ ശരീരമെടുത്ത് രണ്ടുപേരും ഭൂമിയിൽ അവതരിക്കേണ്ടി വന്നപ്പോൾ, ഭഗവാൻ സന്തോഷമായി ഭഗവാന്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുവാൻ വേണ്ടിയാണ് രാധാദേവി അതിനു മുമ്പ് തന്നെ ഭൂമിയിൽ അവതാരം ചെയ്തത്. ഭഗവാന്റെ തന്നെ ആ സന്തോഷമായ മായാശക്തി. അപ്പോൾ അവിടെ ദേവി, ഭഗവാൻ എവിടെയെങ്കിലും, അതായത് ഭൂമിയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് കരുതി ദേവി ശരീരം കൊണ്ടകന്നു, കാണുന്ന ആ ശരീരം, ആ സ്ഥൂല ശരീരം കൊണ്ടകന്നു എന്ന് കരുതിയാലും ദേവി മാത്രമേ ഉള്ളൂ അവിടെ ദുഃഖിക്കാതിരുന്നത്. മറ്റ് ഗോപികമാരെല്ലാം ദുഃഖിക്കുമ്പോൾ, കാരണം അവർ ഭഗവാനിൽ നിന്ന് ഭിന്നരാണ്, അവരെല്ലാം ഓരോ ഭക്തർ മാത്രമാണ്. എന്നാൽ രാധാദേവി ആകട്ടെ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന സന്തോഷമാണ്. അത് ഒരു ആത്മാവാണ്, അത് രണ്ട് ശരീരമായിട്ട് വേർപിരിഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ആ ആത്മാക്കൾ തമ്മിൽ എവിടെയും വേറിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരാളുണ്ടെങ്കിലേ മറ്റേയാൾക്ക് സന്തോഷമുള്ളൂ, ആ ആളില്ലെങ്കിൽ മറ്റേയാൾ എപ്പോഴും വിഷണ്ണനായി അല്ലെ വിഷണ്ണയായി ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷവും ശരീരം അകന്നു എന്ന് കരുതി ഉണ്ടാകുന്ന ആ ഒരു ദുഃഖവും, ആ ദുഃഖം അവിടെ ദേവിയെ ബാധിക്കുന്നേ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചൊല്ലിയ അഷ്ടപതി സ്മരഗരള ഖണ്ഡനം, അതിൻ്റെ അർത്ഥം എന്താണ്? സ്മരനെ, കാമദേവനെ, എൻ്റെ ഉള്ളിലുള്ള കാമത്തെ ഖണ്ഡിക്കുന്ന ആ ദേവിയുടെ പാദകമലങ്ങൾ. സ്മരഗരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം. അല്ലയോ ദേവി, എൻ്റെ ഉള്ളിലുള്ള കാമദേവന്റെ ആഗ്രഹത്തെ, അല്ലെ കാമവികാരങ്ങളെ ഖണ്ഡനം ചെയ്യുന്ന ദേവിയുടെ ആ പരമപാദങ്ങൾ, പത്മപാദങ്ങൾ എൻ്റെ ശിരസിന് അലങ്കാരങ്ങളാവട്ടെ എന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത്.
അപ്പോൾ ദേവിയുടെ പത്മപാദങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദേവിയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന കാമജന്യമായ ഭൗതികമായ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി ഭഗവാനിലേക്ക് അടുപ്പിക്കുവാനുള്ള ഘടകമാണ് ദേവി. ആ ദേവിയെയും ഭഗവാനെയും ചേർത്തിട്ടാണ് നമ്മൾ ലൗകിക രീതിയിൽ നമുക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ ഈ അഷ്ടപതിയൊക്കെ ചിത്രീകരിക്കുന്നത്, അതിൻ്റെ അർത്ഥമൊക്കെ എഴുതി വെച്ചിരിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും ആ ലൗകിക രീതിയിലുള്ള സ്നേഹമോ ഭക്തിയോ അല്ല, അലൗകികമാണ്. ദേവിയുടെ പത്മപാദങ്ങൾ ഭഗവാന്റെ ശിരസിനെ അണിയിക്കുമ്പോൾ ഭഗവാനിൽ എന്തെങ്കിലും ശാരീരികമായ ഒരു കാമത്തിന്റെ അല്ലെങ്കിൽ ഭൗതിക ലോകത്തെത്തിയ ഭഗവാന്റെ ഉള്ളിൽ പ്രകൃതിയിൽ തന്നെ ജീവിക്കുന്ന ഭഗവാന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാമനകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുവാൻ ദേവിയുടെ പാദകമലം എൻ്റെ ശിരസിനെ അണിയിക്കട്ടെ ഞാൻ എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ എത്രയോ നിർമ്മലമാണ് ദേവിയുടെ ഉള്ളിലിരിക്കുന്ന ഭക്തി. അതിനെയാണ് നമ്മൾ നമുക്ക് നമ്മളുടെ ഇന്ദ്രിയ ഭോഗങ്ങളെ ഓർത്ത് നമ്മൾ അതിനെ ഇങ്ങനെ വളച്ചൊടിച്ചൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നമുക്കല്ലേ അറിവില്ലായ്മ. ഭഗവാൻ ഏകസ്വരൂപനായ ആ ദേവിയും ഭഗവാനും ഒന്നായി നിൽക്കുന്ന അലൗകിക പ്രപഞ്ചത്തിന്റെ ആ മാസ്മരികമായ പ്രേമം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആ ശക്തി, ആ നൂല് എല്ലാ ജീവജാലങ്ങളെയും പ്രേമമാകുന്ന നൂലിൽ കോർത്ത് വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയ ഭോഗങ്ങളെ അനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും വിഷൻ കാഴ്ചപ്പാടിലൂടെ അതിനെ ചിത്രീകരിക്കുമ്പോൾ അതുപോലെയുള്ള ഗീതഗോവിന്ദം അഷ്ടപതി പോലെയുള്ള ഒരു ശ്രേഷ്ഠ ഗ്രന്ഥം വ്യവച്ഛേദിക്കാനുള്ള വല്ല അർഹതയുമുണ്ടോ മനുഷ്യകുലത്തിന്? അതുകൊണ്ടാണ് അതൊന്നും വ്യവച്ഛേദിക്കേണ്ട, അതൊന്നും അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. കാരണം നമ്മളാരും അലൗകികമായിട്ടുള്ള ഭക്തിയുടെ ഒരു ശ്രേഷ്ഠമായ തലത്തിലേക്ക്, ഒരു ഗോപികാ ഭക്തിയിലേക്കോ അല്ലെ ഭഗവാനും രാധാദേവിയും തമ്മിലുള്ള ആ ബന്ധം എന്ന് വെച്ചാൽ ഒരു ഏറ്റവും ഈ പ്രപഞ്ചത്തിലുണ്ടായ ഏറ്റവും ശക്തമായിട്ടുള്ള ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാണത്. ആ ബന്ധത്തിലേക്ക് എത്താത്ത അല്ലെങ്കിൽ ആ ഭക്തിയുടെ ഉയർന്ന തലത്തിലേക്ക് എത്താത്ത ഏതൊരു വ്യക്തി അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനും വ്യവച്ഛേദിക്കാനും യോഗ്യനാണോ അല്ലെ യോഗ്യയാണോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അഷ്ടപതി എവിടെയും നമ്മൾ വ്യവച്ഛേദിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാക്യാർത്ഥമല്ല, അതിനുള്ളിലിരിക്കുന്ന ആന്തരികമായ ആത്മീയമായ അലൗകികമായ അനർവചനീയമായ ആ ഭക്തി എത്ര ശ്രേഷ്ഠമാണ്. ഹൃദയത്തെ ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന, ആ ഹൃദയത്തിനൊരു സൗരഭ്യം പകരുന്ന എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗന്ധമാണ്, ഒരു അനുഭൂതിയാണ് ആ ഭക്തിക്കുള്ളത്. ഒരു ഹൃദയത്തെ ചുറ്റി വരിയുന്ന ആ ഒരു സുഗന്ധം, ആ ഹൃദയത്തിന് പൂർണ്ണമായ ആനന്ദം കൊടുക്കുന്ന ഒരു അവസ്ഥ, അതാണ് ആ ഭക്തി എന്ന് പറയുന്നത്. രാധാദേവിയും ഭഗവാനും തമ്മിലുള്ളത്. ആ ഭക്തിയിൽ മറ്റു ഭക്തരിലേക്ക് ഭഗവാന്റെ ശ്രദ്ധ തിരിയുമ്പോൾ രാധയിൽ നിന്ന് അല്പം ഭഗവാൻ അകലുന്നോ എന്ന ആ ഒരു സങ്കല്പത്തിൽ, ആ ഒരു കാഴ്ചപ്പാടിലാണ് ഭഗവാനും രാധാദേവിയും തമ്മിൽ പിണങ്ങുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റു ഗോപികമാരുടെ അരികിലേക്ക് പോകുമ്പോൾ ഭഗവാനോട് രാധാദേവി നീരസം പ്രകടിപ്പിച്ച് പിണങ്ങിയിരിക്കുന്നു എന്ന്. നീരസം എന്ന വാക്കുപോലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിണങ്ങി അകലെയിരിക്കുന്നു. ആ അല്പനേരത്തേക്കുള്ള പിണക്കമാണ് ഗീതഗോവിന്ദം മുഴുവൻ വീണ്ടും അവരൊന്നിക്കുന്നതും. അപ്പോൾ അത്രയേ ഉള്ളൂ രാധാദേവിയും മറ്റു ഗോപികമാരോട് ഭഗവാൻ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ പിണക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഭക്തരുടെയും അരികിലേക്ക് ഭഗവാൻ ചെല്ലുമ്പോൾ എന്നിൽ നിന്ന് പൂർണ്ണമായി ഒന്നിച്ചിരുന്ന ഭഗവാൻ അല്പം അകലേക്ക് പോകുന്നു. ഭഗവാന്റെ സന്തോഷം അല്പം കുറയുന്നുണ്ടോ എന്ന് ദേവിക്ക് തോന്നുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അഷ്ടപതി, ഗീതഗോവിന്ദ അഷ്ടപതി, അത് വീണ്ടും ഭക്തനും ഭഗവാനും അല്ലെങ്കിൽ ഭഗവാന്റെ മായാസ്വരൂപമായ ആ ദേവി ഭഗവാനിലേക്ക് വീണ്ടും വന്ന് രണ്ടുപേരോട് ഒന്നാവുന്നു. അപ്പോൾ വീണ്ടും പരമാനന്ദം അനുഭവിക്കുന്നു. അതാണ് അലൗകികമായിട്ടുള്ള ആ ഭക്തി, ആത്മീയമായിട്ടുള്ള കൂടിച്ചേരൽ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞത് ദേവിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ പറയാൻ വന്നതുകൊണ്ടാണ്. നമ്മുടെ നവരാത്രി ദിവസം ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 13 വരെയുള്ള സുന്ദര ദിനങ്ങൾ, ശ്രേഷ്ഠമായ ദിനങ്ങൾ കടന്നു വരികയാണ്. ഇത്രയും സുന്ദരവും ശ്രേഷ്ഠവുമാകാൻ കാരണം എന്താണെന്നറിയാമോ?
നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുകയാണ്. ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ ആത്മാക്കളല്ല, ശരീരത്തിൽ ജീവിക്കുകയാണ്. ആത്മാവ് മാത്രമല്ലല്ലോ ശരീരം. അപ്പോൾ ശരീരവും ഇത് രണ്ടുകൂടെ ചേരുമ്പോഴല്ലേ ജീവിതം പൂർണ്ണമാകുന്നത്. ഇവിടെ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. നമുക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല കുടുംബം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല ജീവിത സാഹചര്യങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ, അവരുടെ നല്ല വിദ്യാഭ്യാസം, അവരുടെ നല്ല ഫ്യൂച്ചർ, അവരുടെ നല്ല ക്യാരക്ടർ, എല്ലാം നമുക്കിവിടെ വേണ്ടതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആർഭാടത്തിനനുസരിച്ചുള്ള വലിയ വലിയ വീടുകളോ വാഹനങ്ങളോ അങ്ങനെ എന്തൊക്കെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയൊക്കെ അങ്ങ് ആഗ്രഹിച്ചു പോകണ്ട, ഞാനങ്ങ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിന് എത്ര പരിധി കുറയുന്നു അത്രയും ഭഗവാനിലേക്ക് അടുക്കുവാൻ നല്ലതാണ്. പരിധി വർദ്ധിക്കുന്തോറും ഭൗതികത്തിലേക്കുള്ള പരിധിയാണ് വർദ്ധിക്കുന്നത്, ആത്മീയത്തിലേക്കുള്ള ആ പരിധിയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. സ്വയം ആലോചിച്ചാൽ ഇത് മനസ്സിലാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഈ 9 ദിവസങ്ങളിൽ ചെയ്താൽ മതി. ഈ ദേവിയാണ് നമുക്ക് ഈ ഭൗതിക സുഖങ്ങൾ എല്ലാം വാരിക്കോരി തരുന്നത്. അതുപോലെ ആ രാധാദേവിയാകുന്ന ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്തുമ്പോൾ ആ രാധാദേവിയാകുന്ന മായാസ്വരൂപിണിയുടെ ഒരു അംശം ഉത്ഭവിച്ചതാണ് ദുർഗാദേവിയായി പരിണമിച്ചത്. ആ ദേവിയിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇവിടുത്തെ സൃഷ്ടികളുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ തിന്മകളും ആസുരികമായിട്ടുള്ള എല്ലാ അവസ്ഥകളും മാറ്റി ദേവി ഈ 9 ദിവസങ്ങളിലൂടെ, ഈ 9 രാത്രികളിലൂടെ നമ്മളെ സ്വാംശീകരിച്ച് ശുദ്ധസ്ഫടികമായി ദേവിയുടെ അനുഗ്രഹം ഏത് പാത്രത്തിലാണോ ചൊരിയേണ്ടത് ആ പാത്രത്തിനെ ശുദ്ധമാക്കിയെടുത്ത് ദേവി അതിൽ സമ്പൂർണ്ണമാക്കി തരും. അപ്പോൾ ഈ നവരാത്രി ദിവസങ്ങളിൽ നാം ഞാൻ നവരാത്രിയെക്കുറിച്ച് ദേവിയെക്കുറിച്ച് പറയാൻ വന്നതാണ്, നവദുർഗാ ഭാവങ്ങളിൽ ഇരിക്കുന്ന ദേവിയെക്കുറിച്ച്. അപ്പോൾ ആദ്യം രാധാദേവിയെക്കുറിച്ച് പറഞ്ഞ അതിൽ നിന്ന്, ആ മായയിൽ നിന്നാണ് ഈ ദേവി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഉള്ളിലെ മായാദേവിയായ രാധാദേവിയിൽ നിന്ന് ദുർഗാദേവിയുടെ ഒരു അംശം സ്വീകരിച്ച് ദേവകാര്യങ്ങളുടെ ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ശക്തി സ്വരൂപിണിയാണ് ദേവി. ആ ദേവിയാണ് നമ്മുടെ ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തിൽ വേണ്ടുന്ന ജീവജാലങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അമ്മയോട്, ദേവിയോടാണ് പറയുന്നത്. നാം അച്ഛനോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, അച്ഛൻ ജോലിയൊക്കെ ചെയ്ത് നമുക്ക് നല്ല നല്ല വിദ്യാഭ്യാസവും അല്ലെ നല്ല ജീവിത സാഹചര്യവും ഒക്കെ തരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നിത്യേന ഉണ്ടാകുന്ന വിഷമങ്ങൾ, ഓരോ പ്രശ്നങ്ങളൊക്കെ ഓടിച്ചെന്ന് നമ്മൾ ആരോടാണ് ഓടിച്ചെന്ന് പറയുന്നത്? അമ്മയോടല്ലേ. അമ്മേ എനിക്കിങ്ങനെയൊക്കെ, അമ്മേ ഇന്ന ആ പ്രശ്നം, അമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമ്മയുടെ അടുക്ക ചെന്നിരുന്ന് അമ്മയോട് സംസാരിക്കും. അപ്പോൾ അമ്മ പറയും സാരമില്ല മോളെ, അതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നീ ആദ്യം ആയതുകൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കുന്നത് അറിയുന്നതൊക്കെ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ അങ്ങ് മാറും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ എന്ത് ചെയ്യും? നമ്മളെ ആശ്വസിപ്പിക്കും. അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തും തരും. അതാണ് അമ്മ. അച്ഛനും അമ്മയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മുടെ പരമ ഗുരുവായ, നമ്മുടെ ഈശ്വരനായ, നമ്മുടെ ഹൃദയമായ ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിൽ മറ്റൊന്നിനോടും പറ്റാതെ നമ്മളെ ശുദ്ധമായി രക്ഷിച്ച് കൊണ്ടുവന്ന് ജീവിതത്തിന്റെ അർത്ഥം കാണിച്ചു തന്ന് പരമമായിട്ടുള്ള മോക്ഷപദങ്ങളിലേക്ക് എത്തിക്കുവാൻ ജീവിതത്തിന്റെ ബോധമണ്ഡലങ്ങളെ ഉയർത്തുമ്പോൾ ദേവി ഇവിടെ നമുക്ക് ജീവിച്ചു പോകണ്ടേ? ഇവിടെ നമ്മൾ ജീവിക്കുകയാണല്ലോ. ഇവിടെ ജീവിച്ചല്ലേ നമ്മൾ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായ എല്ലാം അർത്ഥങ്ങളും അർത്ഥകാമനകളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ എല്ലാം അനുഭവിച്ചതിന് ശേഷമല്ലേ മോക്ഷപഥത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് സമ്പൽ സമൃദ്ധിയോടെ, ഐശ്വര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നത് അമ്മയാണ്, ദേവിയാണ്. അപ്പോൾ ആ ദേവിയെ ആരാധിക്കുന്ന ദിവസങ്ങളാണ് ഈ കടന്നു വരുന്ന നവരാത്രി ദിനങ്ങൾ. ഓരോ ദിവസവും ദേവിയുടെ ഓരോ വിവിധ ഭാവങ്ങളിലാണ് നമ്മൾ ദേവിയെ ലക്ഷ്മി ദേവിയായി, ദുർഗാദേവിയായി, ലക്ഷ്മി ദേവിയായി, സരസ്വതി ദേവിയായി നമ്മൾ ദേവിയെ ആരാധിക്കുന്നു. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷവും എല്ലാം ഓരോ ദിവസവും നവഭാവങ്ങൾ ഓരോ ദിവസവും ഞാൻ വീഡിയോ ചെയ്തിരുന്നു.
വീണ്ടും അത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കുന്ന സമയം അനുവദിക്കുന്നെങ്കിൽ ഞാനത് വീണ്ടും ചെയ്യുന്നതാവും. അപ്പോൾ ആ ദേവി ഉണ്ടാകാനുള്ള കാരണം, അല്ല ദേവി എങ്ങനെ ഉത്ഭവിച്ചു മായാദേവിയിൽ നിന്ന് എന്നുകൂടി പറയാം. അപ്പോൾ ഈ ലോകം മുഴുവൻ ആസുരികമായ ശക്തികളെ കൊണ്ട് നിറഞ്ഞ് മനുഷ്യലോകവും ദേവലോകവും, മനുഷ്യരെ സഹായിക്കേണ്ട ആൾക്കാരാണ് ദേവന്മാർ. ആ ദേവന്മാർക്ക് പോലും ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ആസുരിക ശക്തികൾ മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ, അതായത് ത്രിലോകങ്ങളും കീഴടക്കി ഭരിക്കുന്ന കാലഘട്ടമാണ് ദേവിയുടെ ഉത്ഭവ കാലഘട്ടം. അപ്പോൾ ഇതൊരു കഥയാണെന്ന് ഇപ്പോൾ ദേവി മഹാത്മ്യം നമ്മൾ എടുത്തു വെച്ച് വായിക്കുന്നു. അതിൽ ദേവി കുറേ അസുരന്മാരെ, മഹിഷാസുരനെയും മധുകൈടഭന്മാരെയും ചണ്ഡനെയും മുണ്ഡനെയും ഒക്കെ ദേവി, ശുംഭൻ നിശുംഭൻ ഇവന്മാരെ എല്ലാം ദേവി വധിക്കുകയാണ്. ഇതൊക്കെ എവിടെ ഇരിക്കുന്നതാണ്? ഈ അസുരന്മാർക്ക് പ്രത്യേക രൂപം കൊടുത്ത് നമുക്ക് അവരെ ദേവി വധിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ച് നമുക്ക് എല്ലാം വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഈ നവരാത്രി ദിവസങ്ങളിൽ ഓരോ ദിവസവും ദേവിയെ പൂജിക്കുന്ന ഓരോ ഭക്തന്റെയും ഭക്തയുടെയും ഉള്ളിലിരിക്കുന്ന ഈ ആസുരികമായ ശക്തികളെയാണ് ദേവി വധിച്ചില്ലാതാക്കി അവസാനം വിജയം കൈവരിക്കുന്ന ദിവസമാണ് വിജയദശമിയായ 10-ാം ദിവസം. മഹിഷാസുരനെയും വധിച്ച് വിജയം കൈവരിക്കുന്ന ദിവസമാണ് ആ 10-ാം ദിവസം. പക്ഷേ ഈ 9 ദിവസം വ്രതം ആചരിച്ച് ദേവിയെ പൂജിക്കുന്ന ഏതൊരു ഭക്തന്റെയും ഉള്ളിലിരിക്കുന്ന സർവ ആസുരികമായ ശക്തികളും, നമ്മൾ ഒരു ആസുരികമായ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ശക്തിയെ നമ്മൾ ഫോഴ്സ് ചെയ്ത് സപ്രസ് ചെയ്ത് അതിനെ ഇല്ലാതാക്കി അടുത്ത ദിവസം മറ്റൊരെണ്ണം ഉണ്ടായി വരും. അല്ലെങ്കിൽ ആയിരക്കണക്കിന് നെഗറ്റീവ് ഫോഴ്സസ് ആയിരിക്കും നമ്മളെ ഭരിക്കുന്നത്. അതാണ് ഈ അസുരന്മാരുടെ, ഈ മഹിഷാസുരന്റെ ധാരാളം സൈന്യങ്ങളെന്ന് നമ്മൾ പറയുന്നത്. നമ്മളിരിക്കുന്ന മഹിഷാസുരനെ വധിക്കുവാൻ ദേവി ശൂലവുമായി വാളുമായി സിംഹാസന ആരൂഢയായി വരുന്നു. പക്ഷേ അതൊന്ന് പിടികൊടുക്കാതെ നമ്മളിലിരിക്കുന്ന ആസുരിക ശക്തികൾ ഇങ്ങനെ ദേവിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ ദേവിയെ പൂജിക്കാൻ ആരംഭിക്കുന്നുവോ, ദേവിയെ ആരാധിക്കാൻ ആരംഭിക്കുന്നുവോ, ദേവി ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യമൊക്കെ നമ്മൾ ചൊല്ലുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം തടസ്സങ്ങൾ വരുന്നതായി പല ഭക്തരും പറയുന്നുണ്ട്. എന്താണ് ഈ തടസ്സം? ആസുരിക ശക്തിയെ ദേവി അമർച്ച ചെയ്യുമ്പോൾ അത് അമർച്ച ചെയ്യാൻ പറ്റാതെ, അതിനെ ബാധിക്കപ്പെടാതെ, നിഗ്രഹിക്കപ്പെടാതെ അത് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വീണ്ടും നമ്മളോട് ഫോഴ്സ് ചെയ്യുകയാണ്. നമ്മളോടെന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന ദൈവിക ശക്തിയോട് മത്സരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണ്. അതിനെ ഈ നവദിവസങ്ങളിലൂടെ നമുക്ക് ശക്തി കേന്ദ്രീകരിച്ച് ഇല്ലായ്മ ചെയ്യും ദേവി ഓരോ ദിവസവും. അപ്പോൾ ദേവിയെ ആരാധിക്കുന്നത് വഴി നമ്മളിരിക്കുന്ന ഈ മഹിഷാസുരൻ തുടങ്ങിയ അവന്റെ സൈന്യങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ അവൻ വന്ന് ശല്യം ചെയ്യുന്നു. അതെല്ലാത്തിനും പല രൂപങ്ങളിലാണ്. ഒരു രൂപത്തിൽ നമ്മളുടെ ആഗ്രഹത്തെ, നമ്മുടെ ആസുരിക ശക്തിയെ നാം ദേവി അമർച്ച ചെയ്യുമ്പോൾ മറ്റൊരു രൂപത്തിലും മറ്റൊരു പേരിലും അത് വേറൊരു രൂപത്തിൽ നമ്മളിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വേണ്ടാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മളിൽ നിന്ന് ദേവി നമ്മളെ പിന്തിരിപ്പിച്ചു. അടുത്ത ദിവസം മറ്റൊരു ബന്ധമോ അതിൻ്റെ പേരിലുണ്ടാകും, അല്ലെങ്കിൽ ഒരു ബന്ധമോ അല്ല വേറൊരു പ്രശ്നമോ. അപ്പം അതിലേക്കായിരിക്കും, ഒരു പ്രശ്നത്തിലേക്കായിരിക്കും നമ്മൾ ചെന്ന് വീഴുന്നത്. അങ്ങനെ എത്ര 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 അസുരന്മാരെ ദേവി നിഗ്രഹിച്ചിട്ടാണ് നമ്മളെ ആ ശരിയായ വിജയം നമ്മളിൽ ദേവി നേടിയെടുക്കുന്നത്. അതാണ് ആ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആസുരികമായ സൈന്യങ്ങളെ ദേവി ഈ 9 ദിവസവും നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നവരാത്രി ദിവസം നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മൾ വ്രതമെടുപ്പിക്കും. 9 ദിവസവും ശുദ്ധമായ ആഹാരം കഴിച്ച് വ്രതശുദ്ധിയോടുകൂടി ദേവീ നാമജപങ്ങളോടുകൂടി ക്ഷേത്ര ദർശനത്തോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് കുട്ടികളുടെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനും ബോധതലത്തെ ഉയർത്തുവാനും ഒക്കെ നാം കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളും കുട്ടികൾ തന്നെയാണ്. നമ്മൾ മുതിർന്നെന്ന് നമ്മൾക്ക് ബയോളജിക്കലായിട്ട് നമുക്ക് തോന്നുകയാണ് നമുക്ക് ഇത്രയും വയസ്സായെന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് കുട്ടിയുടെ മനസ്സും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിതൊന്നും പ്രാപ്യമല്ലാത്തത്. അപ്പോൾ നമ്മളും ഈ 9 ദിവസക്കാലം വ്രതശുദ്ധിയോടുകൂടി ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് ദേവിയുടെ നാമങ്ങൾ ഉച്ചരിച്ച് ദേവി ക്ഷേത്രം അരികിലുണ്ടെങ്കിൽ അവിടെ പോവുകയോ ദേവിക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സമർപ്പിക്കുകയോ ഓരോ നൈവേദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ച് ദേവിയെ പ്രാർത്ഥിച്ച്, ഒന്നും സമർപ്പിക്കുവാനില്ലെങ്കിൽ ദേവീ നാമങ്ങൾ, ദേവീ സ്തോത്രങ്ങൾ, ദേവിയുമായിട്ട് ബന്ധപ്പെട്ട കീർത്തനങ്ങൾ ഒക്കെ ചൊല്ലി ദേവിയെ ആനന്ദിപ്പിക്കൂ. ദേവി
വളരെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അതായത് നമ്മളിരിക്കുന്ന ഈ ആസുരികമായ പ്രകൃതികളെ ഓരോന്നിനെയും അരിഞ്ഞില്ലാതാക്കി ഈ 10ാം ദിവസമാകുമ്പോൾ നമ്മൾ പരിപൂർണമായും എല്ലാ നെഗറ്റീവ് ഫോഴ്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മൾ ശുദ്ധ ആത്മാക്കളായി മാറി വിജയം കൈവരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ കുറേ അസുരന്മാരെ ദേവി കൊന്നു, വലിയ രാക്ഷസ രൂപത്തിൽ ദേവി വന്ന് എല്ലാറ്റിനെയും കൊന്നു, എല്ലാറ്റിൻ്റെയും ചോര കുടിച്ചു. അതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ കൊള്ളരുതാത്ത ആസുരികമായിട്ടുള്ള ശക്തികളെ നിഗ്രഹിക്കുന്നതിന്റെ പ്രതിരൂപമായിട്ടാണ്. നമ്മുടെ ഏത് പുരാണങ്ങൾ എടുത്താട്ടെ, എല്ലാ പുരാണങ്ങളിലും പറയുന്നത് ഒരു പ്രതീകാത്മകമായ കഥയാണത്. അതിനകത്ത് യഥാർത്ഥ തത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ട തത്വങ്ങളാണ്. ഈ കഥകളൊക്കെ ഒരു പ്രതീകം പോലെ പറയുകയാണ്, ഒരു ഉപമ പോലെ. പക്ഷേ അത് ആ കഥയെ മാത്രം വായിച്ച് അത് രസിച്ച് അത് തന്നെ ലയിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതിന്റെ തത്വത്തിലേക്ക് പോകുവാനുള്ള ബോധതലത്തെ ഒരു ഗുരുക്കന്മാരും അവരെ ഉയർത്തുന്നില്ല. ഈ കഥ പറഞ്ഞ് നമ്മുടെ ജനങ്ങളെ കഥയില്ലാത്തവരാക്കി മാറ്റിക്കളയാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ കഥയൊന്നും അല്ല, ആ കഥ നമുക്കൊരു ഒരു ഉദാഹരണം തന്നിരിക്കുകയാണ്. അല്ലാതെ ദേവി ഒരു ക്രൂരരൂപയായി വന്ന് എന്തുവാണ് കുറെ മാലയൊക്കെ മനുഷ്യന്റെ തലയോട്ട് കൊണ്ടുള്ള മാല ഇട്ടിരിക്കുന്നു, കൈകളെല്ലാം വെട്ടി ഇങ്ങനെ പാവാടയാക്കിയിരിക്കുന്നു, ദംഷ്ട്രയെല്ലാം ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. ഇതാണോ നിങ്ങളുടെ ദേവി എന്ന് ഒരു കുട്ടി എന്നോട് പണ്ട് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് മറ്റൊരു മതത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മതവും ജാതിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഒന്നിച്ചിരിക്കുകയല്ലേ. അപ്പോൾ എന്നോട് പണ്ട് ചോദിച്ചാൽ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ദേവി ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏത് ശത്രുക്കൾ, അതൊക്കെ സാങ്കല്പിക്കമല്ലേ എന്നൊക്കെ അന്ന് ആ കുട്ടി ചോദിച്ചു. അവർ മതം പഠിച്ചിട്ട് വന്നു, നമ്മൾ മതം പഠിക്കാതിരിക്കുന്നു. ഇന്നത്തെ കുട്ടിയോട് ചോദിച്ചാലും ഇത് തന്നെയാണ്, ഒന്നും പറയാൻ അറിഞ്ഞുകൂടായിരിക്കും കുട്ടിക്ക്. പക്ഷേ കാലക്രമേണ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി വന്നപ്പോൾ മനസ്സിലായി ദേവിയുടെ ഈ രൂപം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സംഹാര രുദ്രയുടെ രൂപം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഓരോ വ്യക്തിയും ദംഷ്ട്ര കാണിച്ച് അല്ലെങ്കിൽ രോഷം വരുമ്പോൾ എത്ര ദേഷ്യത്തോടെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്, തെറ്റായ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. ഓരോ സ്ത്രീയുടെ ഉള്ളിലുള്ള നവവിധ രൂപങ്ങൾ തന്നെയാണ് നവരാത്രി ദുർഗാദേവിയായിട്ട് നമ്മൾ തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അവസാനം നമ്മളിരിക്കുന്ന ഈ ആസുരിക ശക്തികളെയെല്ലാം ഇല്ലായ്മ ചെയ്ത് ആ ദേവി പ്രസാദം കൊണ്ട് മാത്രമേ ശുദ്ധമായിട്ടുള്ള ആത്മീയ തേജസ്സിലേക്ക് അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹങ്ങൾ, ഭൗതിക സുഖങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടി നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ദേവി ഇങ്ങനെ നവവിധ രൂപങ്ങളിൽ 9 ദിവസങ്ങളിൽ ദേവി ഓരോ രൂപങ്ങളിലുമാണ് ഇങ്ങനെ ഈ ആസുരികമായ ശക്തികളെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ആദ്യമായി ഈ മഹിഷാസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ദേവി ഈ രൂപം, ഈ ദുർഗാദേവിയുടെ രൂപം തന്നെ സ്വീകരിച്ചത്. രംഭാസുരൻ എന്ന് പറയുന്ന ഒരു അസുരന്റെ മകനായിരുന്നു ഈ മഹിഷാസുരൻ. ആ രംഭാസുരനൊരു മഹിഷത്തിലുണ്ടായ മകനായതുകൊണ്ടാണ് മഹിഷത്തിന്റെ തലയായിട്ടുള്ള അസുരനായി അവൻ മാറിയത്. അപ്പോൾ ഈ മഹിഷാസുര നിഗ്രഹത്തിന് വേണ്ടിയാണ് മഹിഷാസുര മർദിനി എന്നല്ലേ, മഹിഷാസുര മർദിനി സ്തോത്രമുണ്ട് ദേവി മഹാത്മ്യത്തിൽ. അതൊക്കെ നിത്യേന ജപിച്ചാൽ ശത്രു സംഹാരത്തിന് തുല്യമായ രീതിയിൽ ദേവി നമ്മുടെ ഉള്ളിൽ എപ്പോഴും, നമ്മുടെ ഗൃഹങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിൽ ദേവി എപ്പോഴും കുടികൊള്ളും. മഹിഷാസുര മർദിനി സ്തോത്രം ദേവി മഹാത്മ്യം 12ാം അധ്യായത്തിൽ ദേവി ഇങ്ങനെ പറയുന്നുണ്ട്. അത് നിത്യേന ജപിച്ച, എന്ന് വെച്ചാൽ ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഏറ്റവും കൊടിയ വിഷമാണ്. അതിനെ ഇല്ലാതാക്കിയാലേ അവിടെ ശുദ്ധമായിട്ടുള്ള ഈശ്വരജ്ഞാനം ലഭിക്കുകയുള്ളൂ. അവിദ്യയാകുന്ന ഈ അസുരന്മാരെ ദേവി നിഗ്രഹിച്ച് ശുദ്ധമായ ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളാണ് സത്യത്തിൽ ഈ നവരാത്രി ദിവസങ്ങൾ. ആ ശുദ്ധമായ ജ്ഞാനത്തിലൂടെയാണ് ഈശ്വര സാക്ഷാത്കാരം ഓരോ വ്യക്തിക്കും നേടിയെടുക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടിയാണ് ഈ മഹിഷാസുരനെ നിഗ്രഹിക്കുന്ന ആ ഒരു സാങ്കല്പികമായ ആ ഒരു കഥയിലൂടെ ദേവിയെ നമുക്ക് കടത്തിവിടേണ്ടത്. അപ്പോൾ ഈ രംഭാസുരന്റെ മകനായ മഹിഷാസുരൻ ഭൂമിയിലെ മനുഷ്യരെയും സ്വർഗത്തും പാതാളത്തിലും എല്ലാം നടന്ന് ശല്യം ചെയ്ത് ഇവന്റെ ആ ശക്തി കൊണ്ട് ഈ ത്രിലോകങ്ങളും നരകിക്കുകയാണ്, വിഷമിക്കുകയാണ്. മനുഷ്യരെ രക്ഷിക്കേണ്ട ദേവന്മാർ പോലും എവിടെ പോയി ഒളിക്കണമെന്നറിയാതെ വിഷമിക്കുന്നു. അങ്ങനെ ദേവന്മാർ ത്രിമൂർത്തികളെ ചെന്ന് ശരണാഗതി അടയുന്നു. ത്രിമൂർത്തികൾ
ആ ത്രിമൂർത്തികൾ മായാസ്വരൂപിണിയായ പ്രപഞ്ച സൃഷ്ടിക്ക് കാരകയായ ആ ബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ആ മായാശക്തി, ആ ശക്തിയെ, ഭഗവാന്റെ മായാശക്തിയെ സമീപിക്കുമ്പോൾ ദേവി തൻ്റെ ഒരു അംശം എടുത്തിട്ട് ദുർഗാദേവിയെ എന്ന സുന്ദരിയായ ദേവിയെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ദുർഗ. അതുകൊണ്ട് നമ്മൾ ലളിത സഹസ്രനാമത്തിൽ ദേവകാര്യ സമുദ്രത എന്നൊക്കെ പറയത്തില്ലേ ദേവിയെ, ദേവകാര്യങ്ങൾക്ക് ഉത്ഭവിച്ച് ദേവകാര്യങ്ങളുടെ സിദ്ധിക്ക് വേണ്ടി ആ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഉത്ഭവിച്ചവളാണ് ദേവി. അങ്ങനെ ദേവി ആദ്യമായിട്ട് ഈ മഹിഷാസുരൻ, അപ്പോൾ ഈ മഹിഷാസുരനെ കൊല്ലുവാൻ വേണ്ടി ദേവിയെ സൃഷ്ടിച്ചതിന് കാരണം എന്താണ്? ഈ മഹിഷാസുരൻ ഈ ത്രിലോകങ്ങളിൽ നടന്ന് ശല്യം ചെയ്ത് എല്ലാവരെയും അമർച്ച ചെയ്യുന്നതും ഇത് കൂടാതെ അവൻ കൂടുതൽ ശക്തനായി ഒരിക്കലും മരിക്കാതിരിക്കാൻ വേണ്ടി ബ്രഹ്മദേവനോട് നൂറ്റാണ്ട് കണക്കിന് തപസ് അനുഷ്ഠിക്കുന്നു, ബ്രഹ്മദേവന്റെ വരം വാങ്ങുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഇവനെ അസുരനായാലും ദേവനായാലും മനുഷ്യനായാലും ദേവന്മാരെ കഠിനമായിട്ട് തപസ് അനുഷ്ഠിക്കുമ്പോൾ അവർ പ്രത്യക്ഷപ്പെടാതെ തരമില്ല. കാരണം അവർക്ക് വേണ്ടി ഇവരുടെ ജീവിതം, ഇവരുടെ ശരീരം, ഇവരുടെ എല്ലാം ആ ഒരു ഏകാന്തത്തിലിരുന്ന് ഇവർ ധ്യാനിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ മഹിഷാസുരൻ പറയുകയാണ്, ഭൂമിയിലെ മനുഷ്യരും സ്വർഗത്തിലെ ദേവതകളും ആരും എന്നെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല, എനിക്കൊരിക്കലും മരിക്കണ്ടെന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ പറയുന്നു, ജനിച്ചാൽ മരണമില്ലാത്തവരായി ഒന്നുമില്ല. ബ്രഹ്മദേവൻ പോലും കൽപ്പാന്തത്തിൽ നിതാന്തമായ നിദ്രയിൽ പോകുന്നു. ആ ബ്രഹ്മദേവൻ, ഈശ്വര തത്വം അറിയാവുന്ന ബ്രഹ്മദേവനോട് പറയുന്നു, എനിക്ക് മരണം സംഭവിക്കരുതെന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ പറയുന്നു, മരണം ഒഴിച്ച്, ജനിച്ചാൽ എല്ലാവരും മരണത്തിന് വിധേയരാണ് പ്രപഞ്ചത്തിൽ, അപ്പോൾ അതൊഴിച്ച് മറ്റു വല്ലതും ചോദിക്കും, ഞാൻ നിനക്ക് വരം തരാമെന്ന്. അപ്പോൾ ഈ മഹിഷാസുരൻ പറയുന്നു, എങ്കിൽ ദേവന്മാരും എന്നെ കൊല്ലരുത്, അസുരന്മാരും എന്നെ വധിക്കരുത്, എനിക്കൊരു പെണ്ണിന്റെ കൈകൊണ്ട്, ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഒരു പെണ്ണങ്ങാനമേ എന്നെ വധിക്കാവുള്ളൂ എന്ന്. അപ്പോൾ എന്താണ് ഈ മഹിഷാസുരൻ അങ്ങനെ പറഞ്ഞത്? ഈ ദേവന്മാർ പോലും ഓടി ഒളിച്ചു പോകുന്ന ശക്തനായ എന്നെ ഒരു സ്ത്രീ വന്ന് എന്തോ ചെയ്യാനാണ്? ഒരു സ്ത്രീക്ക് എന്താ ശക്തിയുണ്ട് എന്നാണ് മൂഢനായ മഹിഷാസുരൻ ചിന്തിക്കുന്നത്. പക്ഷെ സ്ത്രീ ആരാണെന്നുള്ള കാര്യം മഹിഷാസുരൻ സ്വന്തം ജീവിതം കൊണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മഹിഷാസുരൻ ഇങ്ങനെ എല്ലാം അങ്ങനെ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു വിട്ടു. പക്ഷേ അങ്ങനെ വീണ്ടും ഈ ലോകങ്ങളെല്ലാം ശല്യം ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് ദേവന്മാർക്ക് ഇരിക്കപ്പുറതിയില്ലാതെയായി ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിക്കുന്നു. ത്രിമൂർത്തികൾ ഭഗവാന്റെ മായാസ്വരൂപിണിയായ ദേവിയെ ഈ വിവരം അറിയിക്കുന്നു. സ്ത്രീ രൂപത്തിലല്ലേ ഉള്ളൂ ഇവനെ വധിക്കാൻ പറ്റുന്നത്. അങ്ങനെ മായാശക്തി, അനന്തകോടി ശക്തിവിശേഷമുള്ള മായാദേവിയുടെ, ആ മഹാമായയുടെ ഒരു അംശം, ഒരു ശകലം അംശത്തിൽ നിന്നാണ് ദുർഗാദേവി ഉണ്ടായത്. അങ്ങനെ ആ ദുർഗാദേവി ഉണ്ടായതിനു ശേഷം ദേവി ഈ ഒരു സുന്ദരിയായി, വളരെ സുന്ദരിയാണ് ദേവി, വളരെ സുന്ദരി. ആ സുന്ദരിയായ ദേവി വളരെ ഒരു യുവതിയായി, ഒരു കന്യകയായി മഹിഷാസുരന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മഹിഷാസുരൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മഹിഷാസുരനോട് ദേവി പറയുന്നു, ഞാൻ അങ്ങയുടെ ഭാര്യയൊക്കെ ആകാം, പക്ഷേ എൻ്റെ ഭർത്താവാകുന്ന ആൾ എന്നേക്കാൾ വളരെ യോഗ്യനാകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങയുടെ ആ ശക്തി എനിക്ക് കാണണം. അപ്പോൾ മഹിഷാസുരൻ വളരെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പറയുകയാണ്, ത്രിലോകങ്ങളും വിറയ്ക്കുന്ന ആളാണ് ഞാൻ, എല്ലാവരെയും വിറപ്പിക്കുന്ന അത്രയും ശക്തനായ എനിക്ക് എന്താണ് ഇനിയും, എന്ത് ശക്തിയാണ് എന്നെ കാണിക്കേണ്ടത്? അപ്പോൾ ദേവി പറയും, എന്നോട് യുദ്ധം ചെയ്ത് എന്നെ വിജയിക്കണം, അങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങനെ ഒരാളിനെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ എന്ന് ദേവി പറയുമ്പോൾ, അതിനെന്താ ഇപ്പം തന്നെ ഇവളെയോട് യുദ്ധം ചെയ്ത് ഇപ്പം തന്നെ സ്വന്തമാക്കാമല്ലോ എന്നാണ് ആര് കരുതിയേ? മഹിഷാസുരൻ. പക്ഷേയോ, ദേവി മഹിഷാസുരന്റെ സൈന്യങ്ങളായ ആദ്യ സൈന്യാധിപനായിട്ടുള്ള ആളുണ്ടായിരുന്നു, അവന്റെ പേര് ചക്ഷകൻ എന്നാണ്. ആ ചക്ഷകനെ ആണ് സർവ്വ സൈന്യാധിപൻ, അവനെയാണ് ദേവി ആദ്യം ശരിയാക്കിയത്. അതിനുശേഷം ചാമരൻ എന്ന് പറയുന്ന മറ്റൊരു അസുരനെയാണ് പറഞ്ഞു വിടുന്നത്. അവനെയും ദേവിയുടെ സിംഹമാണ് അവനെ അടിച്ചു കൊന്നത്.
അതിനുശേഷം അപ്പോഴത്തേക്ക് ഇവന് മഹിഷാസുരന് വളരെ പ്രശ്നങ്ങളായി, സൈന്യങ്ങളെ എല്ലാം അഴിച്ചുവിടുന്നു. ആ ദേവിയും അപ്പോൾ ദേവിയുടെ വിവിധ രൂപങ്ങളിലുള്ള ശക്തികളെ ദേവിയും യുദ്ധത്തിന് വേണ്ടി ഇറക്കുന്നു. അപ്പോൾ ഒരു മഹിഷത്തിന്റെ തന്നെ രൂപത്തിൽ ഇവൻ മാറിയിട്ട് അതിന്റെ കാലുകൊണ്ടും കൊമ്പുകൊണ്ടും, കാലുകൊണ്ടൊക്കെ എല്ലാറ്റിനെയും അടിച്ചതും ഭൂമിയിലെ എല്ലാറ്റിനെയും തകർക്കുകയും കൊമ്പുകൊണ്ട് കുത്തി കീറുകയും ശരീരം ഇട്ട് ഉലച്ച് സർവനാശം വരുത്തുകയും പ്രപഞ്ചം ഇളകുന്ന മാതിരിയുള്ള ശല്യങ്ങളൊക്കെ ഇവൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവനെ ദേവി തൻ്റെ കയ്യിലിരിക്കുന്ന പാശ എറിഞ്ഞാണ് അവനെ കുരുക്കുന്നത്. അവനൊരു മഹിഷമല്ലേ, ആ പാശ എറിഞ്ഞ് കുരുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് അവൻ ആ രൂപം മാറി, അസുരനല്ലേ, പെട്ടെന്ന് രൂപം മാറിയിട്ട് വേറെ ആനയുടെ രൂപത്തിൽ വരുമ്പോൾ അതിന്റെ വാലിനെയൊക്കെ ദേവി അറുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പല പല രൂപത്തിൽ ഇവൻ വന്ന് ദേവിയോട് യുദ്ധം ചെയ്യുകയാണ്. ഘോരമായ യുദ്ധം, ആകാശവും ഭൂമിയും സ്വർഗവും എല്ലാം പൊടിപടലങ്ങളാൽ മൂടി അതിഘോരമായ യുദ്ധവും. ദേവിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. ദേവിയും അനേകം ദേവീ ശക്തികളെയൊക്കെ പുറത്തിറക്കി യുദ്ധം ചെയ്യാൻ തുടങ്ങി. പല പല രൂപങ്ങളിൽ വീണ്ടും ഇവൻ മഹിഷത്തിന്റെ രൂപത്തിൽ വന്ന് ഭയാനകമായ രീതിയിൽ യുദ്ധം ചെയ്യുമ്പോൾ ദേവി സർവശക്തിയും എടുത്ത് സംഹാര വിരുദ്രയായി അപാരമായ ശക്തിവിശേഷങ്ങളോടുകൂടി, അടക്കാനാവാത്ത ക്രോധത്തോടുകൂടി അങ്ങനെ 9 ദിവസം ഈ മഹിഷാസുരനുമായിട്ട് യുദ്ധം ചെയ്തു ദേവി. 10ാം ദിവസം അവനെ ദേവി നിഗ്രഹം ചെയ്യുകയാണ്. അവനെ നിഗ്രഹിച്ചു ആ 10ാം ദിവസം. അതാണ് ദേവി വിജയം നേടിയ ദിവസമാണ് വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ 9 ദിവസം നമ്മുടെ ഉള്ളിലുള്ള മഹാഘോര ശക്തികളെ, ദേവിയെ ആരാധിക്കുന്നത് വഴി ഇല്ലായ്മ ചെയ്ത് 10ാം ദിവസം നമ്മൾ എല്ലാ ആസുരിക ശക്തികളും നഷ്ടപ്പെട്ട് ശുദ്ധമായ ആ സത്വഗുണ പ്രധാനികളായി ഭഗവാനെ തിരിച്ചറിഞ്ഞ് ആത്മജ്ഞാനത്തിലേക്ക് എത്തുന്ന ദിവസമാണ് സരസ്വതി പൂജ ചെയ്യുന്ന ആ 10ാം ദിവസം. അങ്ങനെ എല്ലാ സൈന്യങ്ങളും മഹിഷാസുരനെ വധിച്ച ശേഷമാണ് ദേവി ആ വിജയദശമി ദിവസം ആഘോഷിക്കുന്നത്. അങ്ങനെ ദേവി ആ മധുകൈടഭന്മാര്, മഹിഷാസുരൻ, ശുംഭൻ, നിശുംഭൻ തുടങ്ങിയ അസുരന്മാരെ ദേവി അങ്ങനെ വധിക്കുന്നു. അങ്ങനെ അസുരന്മാരുടെ മേൽ ദേവന്മാർ, അതായത് തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയം, അതാണ് ഈ വിജയദശമി എന്ന് പറയുന്നത്. തിന്മയാകുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനങ്ങളും പലവിധത്തിലുള്ള നെഗറ്റീവ് ശക്തികളും ഇതിനുമായിട്ടുള്ള ആ മത്സരം പലപ്പോഴും നാമം ജപിക്കുമ്പോഴൊക്കെ നമുക്ക് പല തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്ന് ധാരാളം പേർ പറയാറില്ലേ. അതിന് ഏറ്റവും പറ്റിയ ദിവസമാണ് ഈ നവരാത്രി ദിവസങ്ങൾ. 9 ദിവസവും ദേവീ വ്രതത്തിൽ ആചരിക്കുമ്പോൾ നാം ശുദ്ധരായി മാറുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും അങ്ങനെയൊന്ന് ആചരിച്ച് നോക്കിയേ. ദേവി നമുക്ക് അപാരമായ ശാന്തിയും സമാധാനവും വിശുദ്ധിയും തന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണോ നമ്മുടെ ആവശ്യങ്ങൾ, ഭൗതിക ജീവിതത്തിലെ ആവശ്യങ്ങളെ എല്ലാം ദേവി നിറവേറ്റി തരും. അങ്ങനെ ആ ദേവിയുടെ ആ മഹാത്മ്യം, ദേവിയുടെ ആ നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള ആ വലിയ സംരംഭമാണ് നവരാത്രി ദിവസങ്ങളിൽ കടന്നു വരുന്നത്. അപ്പോൾ ആ ദേവിയുടെ ശക്തി, ആ ദേവിയുടെ അനുഗ്രഹം, അതിനുവേണ്ടി എല്ലാവർക്കും ആ ഒരു വ്രതത്തിലൂടെ, ആ ദേവി ഭജനത്തിലൂടെ മുന്നോട്ട് പോയി നമ്മുടെ ഭൗതിക സുഖങ്ങളുടെ ആ ഒരു പ്രാപ്തി, ഒരു പൂർണ്ണമായ ഒരു ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് നാം ശ്രമിക്കുക. ദേവിയുടെ സന്നിധിയിൽ നാം വളരെ ഭക്തിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ശുദ്ധമായ ഹൃദയത്തോടുകൂടി നിരന്തരം ധ്യാനിക്കുക. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാവരെയും ദേവി ഭഗവാനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധി ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്തുവാൻ വേഗം കഴിയുന്നത്. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹവും ആഗ്രഹിക്കുന്നവരാണല്ലോ ഭൂമിയിലെ എല്ലാവരും. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ദിവസങ്ങളാണ് കടന്നു വരുന്നത്. വളരെ ആഘോഷത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ ദിവസങ്ങളെ നമുക്ക് വരവേൽക്കാം. ദേവിയുടെ ശക്തിയും അനുഗ്രഹവും എല്ലാ ഹൃദയങ്ങളെയും കുളിരണിയിക്കട്ടെ. എല്ലാവരുടെയും ഹൃദയത്തിൽ ദേവി മന്ത്രങ്ങൾ മുഴങ്ങട്ടെ. ദേവി മഹാത്മ്യ പാരായണത്തിലൂടെയും ദേവി മന്ത്രജപത്തിലൂടെയും സ്തോത്രഗീതങ്ങളിലൂടെയും ആ മഹിഷാസുരമർദിനി സ്തോത്ര ജപത്തിലൂടെയും ഓരോ ഗൃഹങ്ങളും ഓരോ ഹൃദയങ്ങളും
വിശുദ്ധമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.